എന്താ പേടിച്ചു പോയോ? ഇല്ല, ഞാൻ കുറച്ചു നേരം പരലോകത്തായിരുന്നു. എന്റെ കിസിന്റെ റിയാക്ഷൻ ആയിരിക്കും. ഏതായാലും കുഞ്ഞെ, ഈ സ്നേഹം ഡേഞ്ചറാണ്. ലവ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. ഈ മരണക്കളി നമുക്ക് വേണ്ട ഡിയർ. ഞാൻ ഡാഡിയോട് എല്ലാം തുറന്നു പറഞ്ഞു. അയ്യോ ചതിച്ചോ കുഞ്ഞെ, ഇതറിഞ്ഞാൽ ഇന്ന് എന്നെ അദ്ദേഹം ഡിസ്മിസ് ചെയ്യും. അയ്യോ, കാര്യം കേൾക്കണം. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഡാഡിയോട് പറഞ്ഞു. അല്ല, ഇത് അദ്ദേഹം അറിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അദ്ദേഹം. ബുദ്ധി ഉണ്ട് വിചാരിക്കണം. അപ്പന്മാരോട് പെർമിറ്റ് വാങ്ങിച്ചാണോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്? ഡാഡി ഡാഡി, ഈ സാറിനോട് ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞു. അഹങ്കാരി, മാറ്റിട്ട് വേറെ ആളെടുക്കണം. അയ്യോ, എന്റെ പെണ്ണു കുഞ്ഞെ ചതിക്കില്ലേ? ഞാൻ എന്ത് വേണോ ഞാൻ ചെയ്തു തരാം. ലക്ഷ്മിക്കണ്ട, ഇവളൊരു ബഹളക്കാരിയാ. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എന്റെ കുടുംബകാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശരി മുതലാളി. നിങ്ങൾക്ക് 100 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് മുതലാളി. ഞാൻ നാളെ രാവിലെ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഇങ്ങ് വന്നേക്കാം. ഓ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ അപ്പൻ, അമ്മച്ചി, എന്റെ ഒരു പെങ്ങൾ. വിവാഹം? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അവളെ ജലദോഷായിരിക്കും. എന്റെ മോനെ, നിന്റെ കല്യാണക്കാരത്തെ പറ്റി ഇനി ഞങ്ങൾ ഒരക്ഷരം ഉണ്ടത്തില്ല. ഒന്ന് ആലോചിച്ചതിന് എന്റെ മോനുണ്ടാ ഒരു എടാവൂടങ്ങ്. കർത്താവേ, അവിടുന്ന് തന്നെയാണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്. നാടകക്കാരൻ തുമ്പിയാശാന്റെ മോനല്ലയോ പൗലോച്ചൻ. ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ്ങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ. കൂടെ എന്ത് കുന്തമാട്ടെ, ഈ കല്യാണക്കാരത്തിന് ഞങ്ങൾ ഇടപെടത്തില്ല. പക്ഷെ മോനെ പൗലോത്ത്, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ഇളയ പെങ്ങളെ കെട്ടിച്ചയക്കണം. അതിന് നീ അപ്പനെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സ്ത്രീധനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ. അതിനാ പൗലോച്ചനോട് വരാൻ പറഞ്ഞത്. അല്ല, ഒന്നാം തരം പയ്യനാ കേട്ടോ. ഒരു 3000 രൂപയും അങ്ങനെ ഒരു പരുവത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. 3000 രൂപയോ? നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം തരും മോനെ. നിന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണെന്നല്ലയോ നീ പറഞ്ഞത്. എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും. എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടിയില്ല, ഒരാഴ്ചക്കകം ഈ തുക കൊടുക്കണം. പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ ഞങ്ങൾക്ക് ഒരു പരാതി. മോനിമ്മയ്ക്കും പയ്യന് വളരെ പിടിച്ചു. പട്ടാളത്തിൽ നിന്ന് 10-200 രൂപ ശമ്പളമുള്ളതാ. നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ, ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് വരികയോ കേട്ടോ പൗലോച്ച. നീ എന്താ മോനെ ഒരു മറുപടിയും പറയാത്തത്? എടാ പൗലോസേ, നിന്റെ പെങ്ങളുടെ പ്രായത്തില് അയലോക്കത്തുണ്ടായ പെമ്പിള്ളരെ ഒക്കെ കെട്ടിച്ചയച്ചു. അവരൊക്കെ പെറ്റു. 5-6 കൊച്ചുങ്ങളുമായി. കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, മോൻ വലിയ ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെ എന്താ കെട്ടിച്ചയക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന തോന്നിച്ചാം. പ്രായമായ പെണ്ണല്ലയോ കുഞ്ഞെ. നമ്മുടെ ആ പുന്നമ്മൂടന്റെ മോക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണോ കുഞ്ഞെ? അവൾ എന്റെ പെങ്ങളാണ്. ചേട്ടൻ വന്നാട്ടെ. ഓഹോ, എന്നാലും എന്റെ മോളെ പറ്റി ആ ലോനാപ്പിച്ചേട്ടൻ പേര് ദൂഷം പറയാമോ? ഓ, നീ വലിയ കൊച്ചുവർത്താനൊന്നും പറയണ്ട. ഞാൻ പണ്ട് നാടകത്തിലായിരുന്നപ്പോ നീ എന്റെയോ കയ്യാലൊക്കെ വന്ന് നിന്ന് കണ്ണു കാണിച്ച് എന്നെ വിളിച്ചതും കൈമുട്ടി വിളിച്ചതും മറ്റു പലതും കാണിച്ച് എന്നെ കറക്കി എടുത്തത് മതിൽ പൊക്കി നോക്കിയില്ലേ? ഇല്ലാത്തത് പറയരുത്. നിങ്ങളല്ലേ ചേട്ട പൊളിച്ചു വന്ന് എന്നെ കൈയിട്ട് മാന്തിയത്. അറിയാമേ, അതൊന്നും ആരുടെയും കുറ്റമല്ല. അതൊക്കെ പ്രായത്തിന്റെ വിശേഷമാണ്. പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ മേലെ ഇറക്കും. ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ. എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും? ആദ്യമേ മനസ്സിനെ നേരെ നിർത്തണം. പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയണം. അപ്പൊ എന്നെ സ്നേഹിച്ച ആ പാവപ്പെട്ട പെൺകുട്ടി, അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തതുകൊണ്ടല്ലേ? ആ പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു. ആ കുഞ്ഞേ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചാ നീ ലക്ഷപ്രഭുവാകും. അതറിയാഞ്ഞിട്ടല്ല ചേട്ടാ. ആ പെൺകുട്ടിയും സ്നേഹമുള്ളവളാണ്. അതുമാത്രം, നിന്റെ പെങ്ങക്ക് 10,000 5,000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാന്തരം ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. എന്റെ മനസാക്ഷി മനസാക്ഷി. പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനസാക്ഷി? എന്റെ സുഖവും മനസാക്ഷിയും ബലി കഴിച്ചാലും ശരി, എന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായിട്ട് ജീവിച്ചാൽ മതി. എന്നാ അതാ കർത്താവിന്റെ നിശ്ചയോന്ന് കരുതിക്കോ. വാ.
ലീനാമേ നിൽക്കൂ. ലീനാമേ നിൽക്കൂ. ലീനാമേ നീ ഇത് കണ്ടോ? ഇത് നാളെ നമ്മുടെ കല്യാണത്തിന് മേടിച്ചതാ. ഈ മാലേ ഈ സാരി എന്താ പിടിച്ചോ? ആട്ടെ, നാളെ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നെ കൂടെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരാം. അതിനെ വേറെ ആളെ നോക്കിയാ മതി. അഹങ്കാരം പറയരുത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റെപ്പേലിയായിട്ട് നീ കല്യാണം നടത്തിക്കും. ഓർമ്മിച്ചോളൂ. ലീനാമ്മ ചേച്ചിയും വീട്ടുകാരെയും ഇതുവരെ കണ്ടില്ലേ? ഇന്നും വന്നില്ലേ? ഇതുവരെ വന്നിട്ടില്ല. ചേട്ടൻ എന്നാ പണിയായി കാണിച്ചത്? എന്റെ കല്യാണത്തിന് പള്ളിയിൽ ആൾക്കാർ കൂടിയിരിക്കുന്നു. പെണ്ണും വീട്ടുകാരും ഒരുങ്ങിയിട്ട് പോലും ഇല്ല. വേഗം വന്നാട്ടെ, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അന്തപ്പാ, ലീലമ്മ നമ്മെ ചതിച്ചതാ. എന്നാ പറ്റി? അവളെ കാണുന്നില്ല. എങ്ങോട്ട് പോയി? നേരം വെളുത്ത് നോക്കിയപ്പോ അവളെ ഈ വീട്ടിൽ കാണുന്നില്ല. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ല. അന്തപ്പാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ മോക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം വേണ്ടെന്ന്. ഇത് ഞാൻ കേട്ടോ? കൊള്ളാം. ചുട്ടിരുന്ന കോഴി പറന്നു പോയതുപോലെ ആണല്ലോ പ്രത്തേലി ചേട്ടൻ ഓരോന്ന് പറയുന്നത്. പിന്നെ ഈ വേല അന്തപ്പനോട് വേണ്ട. അന്തപ്പാ, പുണ്ണയിൽ തീക്കൊള്ളി കൊണ്ട് കുത്താതെ പണിക്കിരുത്ത് റിപ്പേൽ നെറിയേട് കാണിക്കുന്നവനല്ലടാ. ആരാ കാണിച്ചത്? പെണ്ണിനെ കാണിച്ച എന്റെ പണവും പിടിച്ചു മറിച്ച് ഒടുവിൽ എന്റെ മാനവും കെടുക്കാനുണ്ടല്ലോ. കിഴവൻ മൂപ്പരെ അന്തപ്പന്റെ തനി നിറത്താൻ കണ്ടിട്ടില്ല. ഈ 3 പിള്ളേരെ എന്നെ വിട്ടിട്ട് വേറെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ ആരാ കൊച്ചേ? ഇയാളെ പെമ്പിള അന്നാമ്മ ഈ 3 പിള്ളേരെയും തന്തയായി നിൽക്കുന്നയാള്. ഈ കാരണമാണ് എന്റെ കുഞ്ഞ് ഓടിപ്പോയി. അല്ലാമേ, നീ ഇവിടെ പൊയ്ക്കോ എന്റെ കൂടെ. ഈ പെണ്ണ് നിൽക്കുന്നോട് നിന്നെ അടിച്ചു വിടുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, നിന്റെ പണം ഞാൻ കണക്കിട്ടിട്ട് തരും. ഇതിവിടുത്തെ ലീനാം ചേച്ചി തട്ടിമുണ്ടുമല്ലയോ? ആണല്ലോ. അവൾ എവിടെ? ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? ഇങ്ങാറ്റിന്റെ കരയിൽ കിടന്നതാ. ഒരാൾ പറഞ്ഞു ഇന്ന് വെളുപ്പിനെ ലീനാമ ചേച്ചി അവിടെ നിൽക്കുന്ന കണ്ടെന്ന്. എന്താ ഇത്ര വലിയ ആലോചന? ഭാര്യയും പിള്ളേർ ഹോസ്പിറ്റലിലാണോ? ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് മയങ്ങിപ്പോയി. രാത്രിയിൽ ഉറങ്ങിയില്ലേ? സത്യം പറ, നല്ല സ്വപ്നം കണ്ടു? ജീവിതമേ ഒരു സ്വപ്നമല്ലേ റോസി? ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യം പറയും, നീ എന്നെ സ്നേഹിക്കുന്നു? എന്റെ സ്നേഹം തെളിയിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും? എനിക്കൊരു 6000 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ. അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പോയി മമ്മിയെടുത്ത് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ വേണ്ട, മമ്മിയോട് ചോദിക്കണ്ട. എന്റെ സ്നേഹം എല്ലാവർക്കും അറിയാം. ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ ഞാൻ റോസിയെ തന്നെ സ്നേഹിക്കണം. അപ്പാ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചു. ഞാൻ ഇപ്പൊ മമ്മിയോട് പോയി പണം വാങ്ങിച്ചോണ്ട് വരാം. ഈ പണം കൊടുത്ത് ലീനയോടുള്ള കടപ്പാട് തീർക്കണം. എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ദൈവമേ, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. ലീന, ലീനാമേ, നീ എങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ മോട്ടോർ കമ്പനിയുടെ മേൽവിലാസം ചോദിച്ചറിഞ്ഞു വന്നതാ. വാ വാ, വരാൻ.
എങ്ങനെയെങ്കിലും ചത്തുകളയാമെന്ന് വിചാരിച്ച ഞാൻ ആറ്റിൻകരയിലെത്തിയത്. പക്ഷേ ചേട്ടനോട് ഒരിക്കലും ചതി ചെയ്യരുതല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലീനാമ്മയെ വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ ആറ്റിച്ചാടി ചത്തുന്ന അവരുടെ വിചാരം. ഞാൻ എടുത്തോണ്ടുവന്ന കൈലയും ചട്ടയും ആറ്റിൻകരയും വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നീ കാണിച്ചു വളരെ സാഹസമായി പോയി. ഏതായാലും ഉടനെ തന്നെ നീ വീട്ടിലേക്ക് പോകൂ. ഞാൻ പോവില്ല. ഞാൻ അവിടെ പോയാൽ അപ്പനെ തെമ്മാടിക്കെന്നെ കെട്ടിക്കൊടുക്കും. പിന്നെ നീ എങ്ങനെ തനിച്ച് താമസിക്കും? എനിക്ക് ചേട്ടനല്ലാതെ വേറെ ആരുമില്ല ചേട്ടാ. ഞാൻ ചേട്ടന്റെ കൂടെ താമസിച്ചു കൊള്ളാം. അയ്യോ വേണ്ട വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ എന്റെ ജോലിക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാകും. ചേട്ടനും കൂടെ എന്നെ കൈവിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാകും. ചേട്ടാ ഇതാരാ? വല്ല കൂട്ടുകാരിയോ മറ്റാണോ? ഇതെന്റെ പെങ്ങളാണ്. പെങ്ങളോ? എന്നിട്ട് ഇവിടെ വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ. അവിചാരിതമായി എന്നെ തിരക്കി നാട്ടിൽ നിന്ന് വന്നതാ. നല്ല സുന്ദരി കുട്ടി. പേര് ലീന. ആ ലീനെ, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം. എനിക്കൊരു കൂട്ടുമായല്ലോ. വരൂ ചേട്ടാ. ചെല്ലേ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മുടെ വീട് പോലെ തന്നെയാ. പക്ഷേ നീ എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. എന്തോരം മുട്ടൻ കെട്ടിടം. ഇരിക്കും. സാരമില്ല, ഞാനിവിടെ നിന്നോളാം. നമ്മളൊക്കെ ഇനി സ്വന്തക്കാരല്ലേ. ഇരിക്കും. അതെ, ലീലാമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ അപ്പൻ, അമ്മച്ചി, പിന്നെ എന്റെ ആങ്ങള ജോസേട്ടനല്ലേ? നിങ്ങളുടെ വീട് വലുതാണോ? നല്ല ഓടിട്ട് ഒന്നാന്തരം മുട്ടം കെട്ടിടമോ? നിങ്ങൾക്ക് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടോ? ഓ, ഒരുപാടുണ്ട്. പിന്നെ വീടും ചുറ്റും വലിയ തോട്ടങ്ങളാ. നിന്റെ ആങ്ങള എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 2ാം ക്ലാസ്സില്. പൗലോസേട്ടൻ 2ാം ക്ലാസ്സിൽ. പിന്നെ എനിക്ക് പരീക്ഷയിൽ 2ാം ക്ലാസ് കിട്ടിയ കാര്യം ഈ പട്ടിക്കൊണ്ട് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. ആട്ടെ, ലീനാമ്മ ഏതുവരെയും പഠിച്ചിട്ടുണ്ട്? ഒരു സാധാരണ പഠിപ്പ് അവൾക്കുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ വല്ലതൊക്കെ ചോദിക്കുമ്പോ ഈ പെണ്ണിന് ഇത്ര വെപ്രാളം. റോസി, എനിക്ക് ലീലാമ്മയുടെ എന്റെ അപ്പച്ചന്റെ ചിട്ടിക്കാര്യം ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ പോയി ലീലാമ്മയ്ക്ക് കാപ്പി ഇട്ടുണ്ടരാം. എടാ അന്തോണി, വേഗം കാപ്പി തയ്യാറാക്കി. ഇനി നാശമേ, നിന്നോട് ആര് പറഞ്ഞു എനിക്ക് വലിയ എസ്റ്റേറ്റും വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് പറയാൻ? ചേട്ടനോട് കൂടുതൽ സ്നേഹം തോന്നാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ പറഞ്ഞു പറഞ്ഞു ഉള്ള സ്നേഹവും ഇല്ലാതാക്കും. എന്നാ ഇനി ഞാൻ ആരോട് ഒന്നും മറുപടി പറയില്ല. മതിയായി. എന്തിനാ ഈ ആവശ്യമുണ്ട്? അല്ല, അതിനു മുമ്പ് വഴക്കായ രണ്ടുപേരും. കുസൃതി പെണ്ണെ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. ലീനാമ്മേ, ഇതാണ് എന്റെ മമ്മി. ഇതാ കാപ്പ് കുടിക്കും. വാങ്ങി കുടിച്ചോളൂ. അവരൊക്കെ സ്നേഹമുള്ളവരാ. ഓരോ ടെസ്റ്റിട്ട് പോയില്ലേ? ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് എന്റെ പെങ്ങൾ ലീനാമ്മ ഇങ്ങോട്ട് വന്നത്. പൊന്നാങ്ങളെന്ന് പോയാട്ടെ, പെങ്ങളെ ഞങ്ങൾ ഏറ്റും. എന്റെ പെങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരിക, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം. സാരമില്ല. ലീനാമ്മേ, അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ഓർമ്മിച്ച് വളരെ സാറൊന്ന് പോയാട്ടെ, ഞങ്ങളെ അല്പനേരം ഒന്ന് സംസാരിക്കട്ടെ. അപ്പൊ എന്നാൽ ഞാൻ ഇരിക്കുമോളെ. പൗലോസിനെ പോലെ തന്നെ നല്ല അഴകുള്ള പെണ്ണ്. നിനക്ക് കല്യാണ ആലോചന ഒന്നും ഇല്ല മോളെ? ഒരാലോചനയുണ്ട്. ചേട്ടന് വല്ല കല്യാണാലോചനയുണ്ടോ? എനിക്കറിയാൻ പാടില്ല. വീട്ടുകാരറിയാതെ വല്ലതും മറയ്ക്കാതെ ഉള്ളത് തുറന്നു പറ. അയ്യോ, ഞാൻ പറയത്തില്ല. ചേട്ടൻ എന്നെ കൊല്ലാൻ വരും. അപ്പോൾ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. അത് രഹസ്യമാ. പിന്നെ ചേട്ടൻ ഒരു ദിവസം പശുവിനെ വാങ്ങാൻ. പശു പോയില്ലേ? ഞാന്
എസ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ വരണോ, അത് ഒരുമിച്ച് വാങ്ങണോ അതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങണോ എന്നുള്ള കാര്യം? അതെല്ലാം ഓഫീസ് കാര്യം, എന്നെ എന്തിനു കാണിക്കുന്നു? എല്ലാം മുതലാളി പറയും പോലെ അങ്ങ് ചെയ്താൽ മതി. ചേട്ടാ, ഈ അമ്മച്ചിയും റോസിക്കുട്ടിയും ചേട്ടന്റെ കല്യാണക്കാരും ചോദിക്കുക. ഞാൻ പറയട്ടെ ചേട്ടാ, ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഏതോ കള്ളത്തരമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആരാ പെണ്ണ്? ലീല പറയാൻ പോയപ്പോ ചേട്ടൻ പിന്നെ എന്തിനാ തടഞ്ഞത്? മറ്റൊന്നുമല്ല, റോസിക്ക് അറിയാമല്ലോ ആരുടെ കാര്യമാണെന്ന്. ഓഹോ, അപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു ഇല്ലേ? അതൊക്കെ നടക്കേണ്ടതുപോലെ നടന്നു കഴിഞ്ഞു. ആ ലീനാമേ, ഞാൻ അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണിത്. ഇത് മതി, ഒന്ന് വായിച്ചു നോക്ക. ആര് എന്ത് ചോദിച്ചാലും ചിരിച്ചൊഴിഞ്ഞോണം. പൗലൂസ് പോയിട്ട് പണത്തിന്റെ വിവരം ഒന്നും അറിയിച്ചില്ലല്ലോ. ഇരിയാൻ അവിടം വരെ ഒന്ന് പോയേച്ചു വന്നു. എന്നേക്കാൾ അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം എന്നുള്ള വിചാരം അവനുണ്ട്. ലോനാത്ത ചേട്ടനെയും കണ്ടില്ലല്ലോ. ചെറുക്കന് മറ്റന്നാ പണം കൊടുക്കാന്നല്ലേ ഏറ്റിരിക്കുന്നേ. നോക്കിക്കോ, നാളെ വൈകുന്നേരം മുമ്പായിട്ട് അവൻ പണവും കൊണ്ട് ഇവിടെ വരും.